മാറുന്നൊരു കാലം. ഇതൊക്കെ ഏകദേശം നമ്മുടെ കാലത്തൊക്കെ ആയി തുടങ്ങിയോ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഒരു കാലം വരും, അന്ന് ധാർമ്മിക യുദ്ധം നടക്കുമ്പോ, ധർമ്മസമരം നടക്കുമ്പോ, ഫയുഖാൽ മുസ്ലിമീങ്ങളുടെ സൈന്യത്തോട് ചോദിക്കുമത്രേ, ഫീകും മൻ സ്വഹിബൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ കൂടെ ഇരുന്ന ഹബീബിനെ കണ്ടവർ, ഹബീബിന്റെ മജ്ലിസിൽ മുഅ്മിനായി ഒരു നിമിഷമെങ്കിലും ഇരുന്നവർ ഈ സൈന്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഫനഅം, അതേ ഉണ്ട്. ഫയുഫ്തഹു അലൈഹി, ആ സ്വഹാബി കാരണം അല്ലാഹു ആ യുദ്ധത്തിൽ അവർക്ക് വിജയം കൊടുക്കും. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്. ثم يأتي زمان, പിന്നെ ഒരു കാലഘട്ടം വരും, ഫീകും മൻ സ്വഹിബ അസ്ഹാബ റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരെ കണ്ടവർ ആരെങ്കിലും ഉണ്ടോ എന്നവിടെ ചോദിക്കപ്പെടും. അതായത് താബിഉകൾ, സെക്കൻഡ് ജനറേഷൻ. അപ്പോൾ പറയും നഅം, ഉണ്ട്. ഫയുഫ്തഹു അലൈഹി, അവര് കാരണം അല്ലാഹു അവർക്ക് വിജയം കൊടുക്കും. പിന്നൊരു കാലഘട്ടം വരും, ഫീകും മൻ സ്വഹിബ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഹാബിമാരെ കണ്ടവരുണ്ടോ നിങ്ങളിൽ എന്ന് ചോദിക്കും. ഫയുഖാലു നഅം ഫയുഫ്തഹ്, അതായത് സ്വഹാബിയുണ്ടോ, താബിയുണ്ടോ, തബഉ താബിയുണ്ടോ, ഇവരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വിജയം കൊടുക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. എത്ര സത്യമാണത്! ഇറാഖും യമനും പേർഷ്യയും സമർക്കന്തും ബുഖാറയും അസർബൈജാനും തുർക്ക്മെനിസ്ഥാനും കിടക്കുന്ന മാവറാ അന്നഹർ, ജയ്ഹൂൻ സൈഹൂൻ നദികൾക്കപ്പുറം കിടക്കുന്ന നാടുകൾ, ഇതെല്ലാം ദീനിലേക്ക് വന്നത് താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിലല്ലയോ? വലിയൊരു അത്ഭുതമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രഗത്ഭരായ ചില ആളുകളുണ്ട്. പുണ്യനബി തങ്ങൾ അവരിൽ പേരെടുത്തു പറഞ്ഞു. അവരിൽ നമുക്ക് മാതൃകയാക്കാവുന്ന, നമുക്ക് എപ്പോഴും കേൾക്കുന്ന പരിചയമുള്ള സ്വഹാബിയാണ് അർഹമു ഉമ്മത്തി അബൂബക്കറിൻ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും കരുണയുള്ളവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. കാരുണ്യം നഷ്ടപ്പെടരുത്. നമുക്കൊരു ഗസയിൽ നടക്കുന്ന വേദനിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഒരിറ്റ് കണ്ണുനീരെങ്കിലും, റഹ്മത്തിന്റെ കണ്ണുനീർ നമുക്ക് പൊഴിക്കാൻ കഴിയണം. അതൊരു പ്രാർത്ഥനയായിട്ട് മാറണം. അല്ലാഹുവേ കുൻ ലഹും വലാ തകുൻ അലൈഹിം, റബ്ബേ നീ അവരോടൊപ്പം ഉണ്ടാവണേ എന്നെങ്കിലും പറയാൻ കഴിയും. നിരപരാധികളായ പാവങ്ങളായ ആളുടെ കൂടെ ഉണ്ടാവണേ, റഹ്മത്ത് വേണം. അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കറിൻ, എന്റെ ഉമ്മച്ചികളിൽ ഏറ്റവും കരുണയുള്ള മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. വഅശദ്ദുഹും ഫീ അംരില്ലാഹി ഉമർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ കർക്കശമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. وأصدقهم حياء عثمان, ഏറ്റവും ലജ്ജയുള്ള സത്യസന്ധനായ മഹാൻ, ഒരാളോടും ഒരു മുഖം കറുപ്പിക്കാത്ത, ഒരു തിന്മയുടെ അരികത്ത് പോലും പോകാത്ത, തന്റെ ശരീരം ആരും അന്യരായ ഒരാളും കാണരുത് എന്നാഗ്രഹിക്കുന്ന പുണ്യ റസൂല് പോലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിങ്ങനെ തുണി ഉടുത്ത് കിടക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി കഥ പറയുന്നുണ്ട്. പുണ്യ നബി തങ്ങളുടെ മുണ്ട്, നബി തങ്ങളുടെ തുണി തങ്ങളുടെ കാൽമുട്ടോളമുണ്ട്, ഔറത്ത് കാണുന്നില്ല, തങ്ങൾ കിടക്കുകയാണ്. ആ വീട്ടിലേക്ക് സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. ആയിഷ ബീവിയുടെ ഉപ്പ നബി തങ്ങൾ അവിടെ തന്നെ കിടന്നു. പിന്നെ വാതിൽക്ക് മുട്ടി ആരാ? ഉമർ. നബി തങ്ങളുടെ ഹഫ്സ ബീവിയുടെ ഉപ്പ, നബി തങ്ങളുടെ അമ്മോഷനാണത്. തങ്ങൾ അവിടെ തന്നെ കടന്നു. അതാ വരുന്നു മൂന്നാമത്. ഈ കൃത്യമായ ഖിലാഫത്തിന്റെ ആ ഒരു സീക്വൻസിൽ തന്നെ ആ സംഭവങ്ങളൊക്കെ നടന്നത്. അത് വലിയൊരു അത്ഭുതമാണ്. മൂന്നാമത് വന്നത് സാലിസുൽ ഖുലഫാ
ഖുലഫാക്കളിൽ മൂന്നാമത്തവർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അന്നവർ ഖലീഫയൊന്നുമല്ല, തങ്ങളുടെ ഖത്തനാണ്, തങ്ങളുടെ സുഹറാൻ, തങ്ങളുടെ പുതിയാപ്പിളയാണ്. മഹാനവറുകൾ കടന്നു വന്നു. ഉസ്മാൻ എന്നവർ വരികയെന്ന് കണ്ടപ്പോൾ തങ്ങൾ അങ്ങനെ എണീറ്റിരുന്ന് തുണിയൊക്കെ ശരിയാക്കി നേരെ ഇരുന്നു. അപ്പൊ ആയിഷ ബി ചോദിച്ചു, പൊന്നാര നബി, എന്റെ വാപ്പ വന്നപ്പോൾ നിങ്ങൾ എണീറ്റില്ല. ഹഫ്സ ബി പറഞ്ഞു, എന്റെ ഉപ്പ വന്നപ്പോൾ നബി അങ്ങനെ തന്നെ കടന്നു. ഉസ്മാൻ എന്നവർ നബി തങ്ങളുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ എന്നവർക്ക് റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും റളിയല്ലാഹു അൻഹുമാ. ആ 2 പെൺമക്കളും ഉസ്മാൻ തങ്ങളുടെ ഭാര്യമാരായിരിക്കെ അസുഖം വന്ന് വഫാത്തായവരായി. ഉസ്മാൻ തങ്ങൾ വന്നപ്പോൾ എന്തേ നബിയെ നിങ്ങൾ എണീറ്റ് തുണിയൊക്കെ ഒന്ന് ശരിയാക്കിയിരുന്നത്? പറഞ്ഞു, ഉസ്മാൻ ആരാണെന്നറിയുമോ? അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും ലജ്ജയാണ്, നാണമാണ്. അവര് പോലും നാണിച്ചു പോകും. അത്രക്ക് വലിയ ഈമാനിന്റെ ഉടമയാണ് ഈ മഹാൻ. അങ്ങനത്തെ ഒരു മഹാന് വരുമ്പോ ഞാൻ അതിനുള്ള ഒരുക്കങ്ങൾ കാണിക്കണ്ടേ? ഞാൻ ഇങ്ങനെ എടുത്താൽ മതിയോ എന്ന് പറഞ്ഞ് നിബിതങ്ങൾ വസ്ത്രം കൃത്യമായും കാൽമുട്ടിന്റെ താഴേക്ക് വീണ്ടും തങ്ങൾ താഴ്ത്തി വെച്ച് ഉസ്മാൻ എന്നവർക്ക് വേണ്ടി ഇരുന്നു കൊടുത്തു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവസാനമായി ഓതിയ മുസ്ഹഫുണ്ട്. ആ മുസ്ഹഫ് ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒറിജിനൽ മുസ്ഹഫ്. അത് ഒറിജിനലാണെന്ന് യുനെസ്കോ അടയാളപ്പെടുത്തിയതാണ്. കാർബൺ ഡേറ്റ് ഇപ്പം പഴയ പോലെ തട്ടിപ്പ് നടത്താൻ പറ്റൂല. ഇതിന്റെ ഡേറ്റ് പരിശോധിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇത് പഴയതാണ്, എത്ര കൊല്ലം എത്ര ദിവസം പഴക്കമുണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ യുനെസ്കോ അടയാളപ്പെടുത്തിയ അംഗീകരിച്ച ലോകത്തെ ഏറ്റവും പുരാതനമായ 2 മുസ്ഹഫാണ്. ഒന്ന് താഷ്കൻഡിലാണ്, അത് ഞങ്ങൾ കാണാൻ അവസരമുണ്ടായി കഴിഞ്ഞ ആഴ്ച. അൽഹംദുലില്ലാഹ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ ഓതിയ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിന്റെ മീതെ ഉസ്മാൻ എന്നവരുടെ ചോരപ്പാടിന്റെ അടയാളം, ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഇപ്പോഴും കാണാൻ പറ്റും. മാൻപേടയുടെ തോലിലുണ്ടാക്കിയ 230 പേജുകളുള്ള മുസ്ഹഫ്, പുത്തും പുള്ളിയൊന്നും ഇല്ലാത്ത. എന്നാരെങ്കിലും ഖുർആൻ, ഇന്നത്തെ ഖുർആനും അന്നത്തെ ഖുർആനും ശരി തന്നെയാണോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി പരിശോധിക്കാൻ ഒരു കോപ്പി ഇന്നോടുണ്ട്. അതാണ് ഖുർആന്റെ മഹത്വം. അതുപോലും പറയാൻ ന്യായം കിട്ടൂല. കാരണം അതിന്റെ മാച്ച് ചെയ്യാൻ പറ്റൂല. ഒറിജിനൽ മുസ്ഹഫ് അവിടെ ഉണ്ടല്ലോ, ഒരു മാറ്റവും ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഓതിയ മുസ്ഹഫ് അവിടെ ഉണ്ട്. യാ അല്ലാഹ്, അത് മഹാനായ അബൂബക്കർ ഖഫാലു ഷാഷി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാമിന്റെ തൊട്ടടുത്ത് ഒരു ഇമാം ഖഫാൽ കോമ്പൗണ്ട് ഉണ്ട്. അവിടെയാണതുള്ളത്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു ലൈബ്രറിയുടെ അകത്ത്. അൽഹംദുലില്ലാഹ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, വലിയ നാണമുള്ള മഹാനായിരുന്നു. കുളിക്കുമ്പം പോലും ഡ്രസ് അഴിക്കൂലായിരുന്നു. ഒരു മുണ്ടുകൊണ്ട് പുതച്ചുകൊണ്ടായിരുന്നു കുളിച്ചിരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വഖറഉഹും ലികിതാബില്ലാഹി ഉബൈ, അല്ലാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ചുള്ള ഇൽമുള്ള മഹാൻ. ഓതുന്നവർ ഖാരി ഖുറാ എന്ന് അന്ന് പറയുന്ന വചനങ്ങളിൽ ആലിം എന്ന അർത്ഥത്തിലാണത് പറയാറുള്ളത്. കാരണം ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് എന്നവരോട് നബി തങ്ങൾ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബേ, നിങ്ങൾക്ക് അല്ലാഹു ധാരാളം ഇൽമു തന്നിട്ടുണ്ട്. ഇൽമു കൊണ്ട് നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വഫർളുഹും സയ്യിദ് ഇബ്നു സാബിത്, ദീനിന്റെ ഫർളായ വിഷയങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങൾ, ഇത് ഏറ്റവും കൂടുതൽ അറിയുന്ന സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ, പണ്ഡിതന്മാരുടെ നേതാവ് സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജർ എന്ന് നബി തങ്ങൾ പറഞ്ഞ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹലാലും ഹറാമും അറിയുന്ന മഹാൻ. എന്നിട്ട് പറഞ്ഞു, അലാ അറിയണേ, വഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന, എല്ലാ സമുദായത്തിനും ഒരു രഹസ്യ സൂക്ഷിപ്പുകാരൻ ഉണ്ടാകും. വഅമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, അബൂ ഉബൈദ തങ്ങളാണ് റളിയല്ലാഹു അൻഹു.
സ്വഹാബിമാരിൽ ഒരുപാട് ആളുകളെ നബി തങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. അവരുടെ ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറയാം. ഓരോ സ്വഹാബിക്കും ഓരോ ഗുണമാണ്. നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫാത്തുൽ ഹമീദയിൽ നിന്ന് ഓരോ സ്വഹാബിമാരും അവരവരുടെ ഋതുബക്കനുസരിച്ചുള്ള സ്വഭാവങ്ങൾ സ്വീകരിച്ചു എന്നാണ്. ഇതിന്റെ എല്ലാം ആകത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു, മാ അദല്ലത്തിൽ ഖദറാഉ വലാ അഖല്ലത്തിൽ ഗബ്റാഉ അസ്ദഖ മിൻ നബി ദർ റളിയല്ലാഹു അൻഹു. ആകാശത്തിനു താഴെ ഭൂമിക്കു മീതെ അബൂദറിനെക്കാളും സത്യസന്ധരായ മറ്റൊരാളില്ല. അൽഖമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഷാമിലേക്ക് ചെന്നപ്പോ 2 റക്അത്ത് ഷാമിലെ പള്ളിയിൽ നിസ്കരിച്ചു. എന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ യസ്സിർലി ജലീസൻ സ്വാലിഹാ. അല്ലാഹുവേ, നല്ല ഒരു മനുഷ്യൻ എൻ്റെ അരികത്ത് വന്ന് ഇരിക്കണമേ. പള്ളിയിലൊക്കെ നേരത്തെ പോയിരിക്കുക, അതൊരു വലിയ പുണ്യമാണ്. അവിടെ ചെന്നിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോ, പടച്ചോനെ ഒരു നല്ല മനുഷ്യൻ എൻ്റെ അരികത്ത് വന്നിരിക്കണമേ. അൽഖമ തങ്ങൾ ദുആ ചെയ്തു. താബിഈയാണ്. അല്ലാഹുവേ, ഒരു നല്ല മനുഷ്യൻ സ്വാലിഹായ ഒരാൾ എൻ്റെ അരികത്ത് വന്ന് ഇരിക്കണമേ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഫഇദാ ശൈഖുൻ ഖദ് ജാഅ ഹത്താ ജലസ ഇലാ ജംബി. എൻ്റെ അരികത്തൊരു വലിയ പണ്ഡിതൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളിൽ അങ്ങനെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഇതാരാണ്? അടുത്തുള്ളവർ ചോദിച്ചു, ഇതാരാ? അബൂദർദാ, ശാം കണ്ട ഹബീബായ നബിയുടെ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു. പുണ്യ നബി പഠിപ്പിച്ച ഒരു ഹദീസ്, ഒരു ദിക്ർ തന്റെ വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ചൊല്ലിപ്പിച്ചതിന്റെ പേരിൽ തന്റെ ആ ഒരു ഹയ്യിൽ, ആ ഒരു ഏരിയയിൽ മുഴുവൻ തീപിടുത്തമുണ്ടായപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ഓടി വന്ന് പറഞ്ഞില്ലയോ, അബൂദർദാ അവിടെ തീ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരിക്കും. അബൂദർദാ പറഞ്ഞു, എന്റെ വീടിന് തീ പിടിക്കാനിടയില്ല, എന്റെ റസൂല് പഠിപ്പിച്ച ദുആ ഞാൻ അവിടെ ചൊല്ലി പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീടിനൊരു കുഴപ്പവുമില്ലായിരുന്നു. ദീർഘമായൊരു ദുആ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അബൂദർദാ തങ്ങളാണ്. ഞാൻ പറഞ്ഞു, അബൂദർദാ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് നല്ലൊരു സ്വാലിഹായ മനുഷ്യനെ എൻ്റെ അരികത്തേക്ക് വന്ന് ഇരുത്തി തരണമേ, അതുകൊണ്ടാണ് നിങ്ങളെ എനിക്ക് ലഭിച്ചത് എന്നും ഞാൻ സന്തോഷം പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു, മിൻ അഹ്ലിൽ കൂഫ, കൂഫയിൽ നിന്നാണ്. 1050 സ്വഹാബിമാർ കൂഫ നഗരത്തിൽ മാത്രമുണ്ടെന്നാണ്. ഇറാഖിലേക്കൊക്കെ സിയാറത്ത് പോകാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ. കൂഫയിൽ 1050 സ്വഹാബിമാർ, 14 ബദരീങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. കൂഫയിൽ നിന്നാണ്. അപ്പൊ ചോദിച്ചു, അവലൈസ ഇൻദകും ഇബ്നു ഉമ്മി അബ്ദിൻ സാഹിബിൻ അലൈൻ. പുണ്യനബി തങ്ങളുടെ സ്വഹാബിമാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ചെരുപ്പുകൾ കയ്യിലെടുത്ത് നടന്നിരുന്ന ഹബീബിന്റെ സ്വഹാബി എവിടെ ഇല്ലയോ നിങ്ങളുടെ കൂഫയിൽ? ആരാത്? ഇബ്നു മഅബ്ദ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേൾക്കണമേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് ഉള്ള നാട്ടിൽ നിന്നല്ലേ നിങ്ങൾ വന്നത്? എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വന്ന് ആലിമിനെ ചോദിച്ച് നടക്കുന്നത്? ഇബ്നു മസ്ഊദ് ഇല്ലേ നിങ്ങളുടെ നാട്ടിൽ? ആ മഹാൻ വല്ലാത്ത മഹാനല്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ആർക്ക് കടന്നു വരണമെങ്കിലും ഒരു സമ്മതം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സമ്മതമില്ലാതെ നബി തങ്ങളോട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ച് തങ്ങളുണ്ട് എന്നറിഞ്ഞാൽ ധൈര്യത്തോടെ കടന്നു വരാൻ കഴിയുമായിരുന്ന മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പിന്നെ ചോദിച്ചു, വഫീകുമുല്ലദീ അജാറഹുല്ലാഹു മിനശ് ശൈത്വാൻ അലാ ലിസാനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയുടെ പ്രാർത്ഥനയാൽ പിശാചിൽ നിന്ന് അഭയം കിട്ടിയ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബിയും നിങ്ങളുടെ നാട്ടിലില്ലയോ? അതാരാന്നറിയോ? ഈ ഉമ്മത്തിലെ ആദ്യം ഷഹീദായ ഒരു മഹദി. ആ മഹദിയാണ് സുമയ്യ ബിൻതു ഹയ്യാത്ത് റളിയല്ലാഹു അൻഹ. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന സുമയ്യ ബിവി.
യാസിർ എന്നവർക്കും സുമയ്യ ബീവി രണ്ടുപേർക്കും അള്ളാഹു ഈ ഉമ്മത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ഷഹാദത്ത് നൽകി. അവരുടെ മോനാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ റളിയല്ലാഹു അൻ വാലിദൈഹി. സുമയ്യ ബീവിയുടെ മോനാണിത്. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണിത്. മക്കയിൽ അവര് ചുട്ടുപഴുത്ത് ചൂടുള്ള കല്ലുകളിൽ യാസിർ എന്നവരെ കിടത്തുകയും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ അവിടെ കിടത്തുകയും സുമയ്യ ബീവിയുടെ ശരീരത്തിലേക്ക് രഹസ്യഭാഗത്തേക്ക് ചുട്ടുപഴിപ്പിച്ച് കുന്തത്തിന്റെ ഇരുമ്പിന്റെ ആ ഭാഗം ചുട്ടുപഴിപ്പിച്ച് സുമയ്യ ബീവിയുടെ ദേഹത്തേക്ക് കുത്തിയിറക്കി കലിമ ചൊല്ലി ആ വേദനയിൽ പുളഞ്ഞുകൊണ്ട് മഹദിയായ റളിയല്ലാഹു അൻഹാ അബൂജഹലിന്റെ കരങ്ങളാൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ ദൂരെയാണ്. ആ ആർപ്പ് നിലവിളിപ്പ് പുണ്യ നബി കേട്ടു. അവിടെന്ന് പറഞ്ഞു, സബ്റൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. യാസിർ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് ഹബീബായ നബി തങ്ങൾ നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്ത് നിന്ന് ആ രണ്ട് സ്വഹാബിയോടും സ്വഹാബിയത്തിനോടും നബി തങ്ങൾ മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പ്രിയപ്പെട്ട മോനാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അന്ത്യവിഷമം കൊള്ളുന്നത് ഇറാഖിലെ കൂഫയിലാണ്. ഇവരൊക്കെ ഉള്ളൊരു നാട്ടിൽ നിന്നാണോ നിങ്ങൾ ഇൽമ് തേടിയിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ഷാമിൽ വന്നപ്പോൾ അബൂദർദ എന്നവർ മഹാനായ അൽഖമ തങ്ങളോട് ചോദിച്ചു എന്നാണ് ചരിത്രം. പിന്നെ ഒരു അൽഖമ തങ്ങൾ, ഒരു സ്വഹാബി, അങ്ങനെ ഒരു സ്വഹാബിയുടെ ചരിത്രമൊക്കെ കുട്ടികളൊക്കെ മദ്രസിലും അവർക്ക് നമ്മളൊക്കെ കഥ കേൾക്കാറുണ്ട്. അൽഖമ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിറക് വെച്ച് കത്തിക്കാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കും. അതില്ലാത്ത കഥയാണല്ലോ, അങ്ങനെ സംഭവമില്ല. അങ്ങനെ അൽഖമ എന്ന് പറഞ്ഞൊരു സ്വഹാബിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം. അത് എങ്ങനെ കഥ കയറി വന്നു എന്നറിയില്ല. ആ കഥ അങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കാം. ഉസ്താദുമാരും കഥ പറയുന്നവരും കുട്ടികൾക്ക് പ്രസംഗം പഠിപ്പിക്കുമ്പോഴൊക്കെ ഉമ്മയെ വാപ്പയെ അനുസരിക്കണം എന്നൊരു മെസ്സേജ് കൊടുക്കാനായിരിക്കാം. പക്ഷേ ഇല്ലാത്ത കഥ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു അൽഖമ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു അൽഖമ തങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന, നബി തങ്ങളുടെ കാലത്ത് തീർത്തും ഉണ്ടായിട്ടില്ല എന്ന. അത് മഖ്ദൂബാണ്, അതങ്ങനെ ആരൊക്കെയോ പറഞ്ഞു വന്ന അസുലില്ലാത്തൊരു ചരിത്രമാണ് എന്നതിനെ സംബന്ധിച്ച് തഖ്രീജ് ചെയ്ത ചില സംഭവങ്ങൾ കാണാൻ പറ്റി. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇത് താബിഇയായ അൽഖമ റളിയല്ലാഹു അൻഹു ആണ്. ഇൻതലഖനാ യസീദ് ഇബ്നു ഹയ്യാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. ഒരു കല്യാണം കഴിച്ചെടുത്ത കഥയുണ്ട്. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരേ ഒരു പെങ്ങളെ തന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാൻ ഒരു സ്വഹാബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ കൂട്ടുകാരൻ തന്റെ പെങ്ങളെ ത്വലാഖ് ചൊല്ലി. അപ്പോ സ്വഹാബിയായ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന് വലിയ വേദന തോന്നി. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു പെങ്ങളാണ്. ആ പെങ്ങൾ ആറ്റുനോറ്റ് വളർത്തിയൊരു പെങ്ങളാണ്. ആ പെങ്ങളെ പൊന്നുപോലെ നോക്കും എന്ന ഒരു ധൈര്യത്തിലും വിശ്വാസത്തിലും കല്യാണം കഴിച്ചു കൊടുത്തപ്പോ എന്തോ ഒരു ചെറിയ കാരണം കൊണ്ട് മുമ്പ് ഒരു ത്വലാഖ് ചൊല്ലി. ആ ത്വലാഖ് ചൊല്ലി ത്വലാഖിന്റെ ഇദ്ദന്റെ ഉള്ളിൽ തിരിച്ചെടുക്കാതിരുന്നാൽ ആ പെണ്ണ് പിന്നെ ത്വലാഖായി പോയല്ലേ, പിന്നൊരു നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്റെ പെങ്ങളെ ത്വലാഖ് ചൊല്ലി സംഭവിച്ചപ്പോ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു. അങ്ങനെ പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ പെങ്ങൾക്കും തോന്നല് തന്റെ ആദ്യ ഭർത്താവിലേക്കൊന്ന് പോയിക്കൊള്ളാം. തന്റെ കൂട്ടുകാരനും ഒരു തോന്നല് മഅഖൽ എന്നവരുടെ പെങ്ങളെ തന്നെ തിരിച്ചെടുക്കാം, നിക്കാഹ് ചെയ്യണല്ലോ. പക്ഷെ ഭയങ്കര ഈ സ്നേഹിതന്മാര് തെറ്റിയ പിന്നെ ഭയങ്കര തെറ്റലായിരിക്കും അല്ലേ? സ്നേഹിതന്മാർ എത്ര കട്ട ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു, ഒരു തെറ്റിയ പിന്നെ നന്നാവാൻ വലിയ കുറേ സമയം എടുക്കും. ഒരു പറയാതെ എന്നാലും എന്ന് പറയും ഇടക്കിടക്ക് ഇങ്ങനെ, എന്നാലും എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നാണ് ആ ഉദ്ദേശം. അപ്പൊ മറക്കാൻ കഴിയില്ല. അപ്പൊ മഅഖൽ ഇബ്നു യസാർ എന്നവർ പറഞ്ഞു, യാ ലുഖഅ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാളോട് ദേഷ്യത്തിൽ പറയുന്ന വാക്കാണ്. യാ ഫുലാൻ എന്ന് പറയുന്നതിലും താഴെയാണ് ആ വാക്കിന്റെ അർത്ഥം.
യാ ലുക, എടാ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു വാക്കാണത്. യാ ലുക അക്രംതുക ബിഹാ വസവ്വജ്തുകഹാ, എന്റെ പെങ്ങളെ നിനക്ക് കല്യാണം കഴിച്ചു തന്ന് ഞാൻ നിന്നെ ആദരിക്കുകയും ഞാൻ നിന്നെ സ്നേഹിക്കുകയും ചെയ്ത് എന്റെ പെങ്ങളെ ഏൽപ്പിച്ചപ്പോ ഫതല്ലഖതഹാ, എന്റെ പെങ്ങളെ നീ ത്വലാഖ് ചൊല്ലിയില്ല ഒരു കാരണവുമില്ലാതെ. വല്ലാഹി ലാ തർജിഉ ഇലൈക അബദൻ ആഖിറ മാ അലൈ, ഇനി ഒരിക്കലും എന്റെ പെങ്ങൾ നിന്റെ കൂടെ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നമില്ല. ബുഖാരി ഇമാമിന്റെ റിവായത്തിലെ സവ്വജ്തുക, നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നില്ലേ എന്റെ പെങ്ങളെ, വഫറഷ്തുക, വീട്ടിലുള്ള ഫർണിച്ചറും വാങ്ങി തന്നു, ഞാൻ വീട്ടിലേക്കുള്ള സൗകര്യങ്ങളും വാങ്ങിച്ചു തന്നു, വഅക്റംതുക, നല്ല ഇക്റാമും ചെയ്തു. അന്നൊക്കെ ഒരുപാട് മഹർ വാങ്ങുന്ന കാലമാണ്. തന്റെ സുമുഖിയായ അദബുള്ള നല്ല ഈ മോളെ ചെറിയ മഹറിനാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് ആ പെങ്ങളെ നീ ത്വലാഖ് ചൊല്ലിയിട്ട് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ട് വരികയാണോ? ലാ വല്ലാഹി ലാ തഊദുക അബദാ. ഖാലിബാമിന്റെ റിവായത്ത് ഇങ്ങനെ, ഒരിക്കലും നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരൂല. فعلم الله حاجته إليها وحاجتها إلى بعلها. മഹാന്മാർ പറയട്ടെ, ആ പെണ്ണിന് തന്റെ ആദ്യ ഭർത്താവ് വേണമെന്നും ആദ്യ ഭർത്താവിന് തന്റെ ഈ ആദ്യ ഭാര്യയെ വേണമെന്നും അള്ളാഹുയുടെ മനസ്സുകളെ അറിഞ്ഞു. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങുകയാണ്. ഫഅൻസലല്ലാഹ്, സൂറത്തുൽ ബഖറയിലെ 232 232 ആയത്ത് ഈ വിഷയമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف. സ്വഹാബിമാരുടെ നിലപാടുകൾ മനസ്സിലാക്കാനാണ് ഈ സംഭവം പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവിടം പിന്നെ സ്വന്തം ഈഗോയും സ്വന്തം വൈരാഗ്യവും സ്വന്തം മനസ്സിന്റെ ചിന്തകളും അവിടെ ഇറക്കി വെച്ച് അല്ലാഹുവിനെ സംഅൻ വതആ, പടച്ചവനെ നീ പറഞ്ഞത് ഞാൻ കേട്ടു, നിന്നെ ഞാൻ അനുസരിക്കുകയാണെന്ന് പറഞ്ഞ് സർവ അഹങ്കാരവും താഴെ വെച്ച് അള്ളാഹുവിനെ പച്ചയായി അനുസരിക്കണം എന്നൊരാശയം സ്വഹാബിമാർ പഠിപ്പിക്കുന്ന രംഗമാണിത്. ഖുർആൻ പറയുന്നു, വഇദാ ത്വല്ലഖ്തുമുൻ നിസാ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഫബലഗന അജലഹുൻ, ത്വലാഖ് കഴിഞ്ഞ് ഇദ്ദയും കഴിഞ്ഞാൽ പിന്നെ ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുൻ. ഒരു ത്വലാഖ് ചൊല്ലിയത്, മൂന്നല്ല, 3 കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ച് സ്വമേധയാ അയാൾ നിക്കാഹ് ചെയ്ത് അദ്ദേഹം സ്വമേധയാ ഇവളെ ഒഴിവാക്കി അവളുടെ ഇദ്ദ കഴിഞ്ഞാലേ ആദ്യ ഭർത്താവിന് അവൾ ഹലാലാവുകയുള്ളൂ. അങ്ങനെയാണ്. എൻ്റെ ഇടക്ക് കയറിയിട്ട് ബ്രോക്കർ പണിയെടുക്കാൻ പറ്റൂല, ഞാൻ കെട്ടിക്കോളാം, 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാം, അത് നിക്കാഹിന് ശരിയാവില്ല. നിക്കാഹ് ഒരു അജലിലേക്ക് ചെയ്താൽ നിക്കാഹിന്റെ ബാത്തിലാണ്. 1 മാസത്തേക്ക് നിക്കാഹ് അങ്ങനെയല്ലല്ലോ, നിക്കാഹ് ലൈഫ് ടൈമാണ്. വഖദ്ന മിൻകും മീസാഖൻ ഗലീള, മരിക്കണവരെയുള്ള ബന്ധമാണത്. ഈ 3 ത്വലാഖ് ചൊല്ലിയിട്ടേ ഇടക്ക് കയറിയിട്ടുണ്ട് പൈസക്കൊരു പരിപാടി. ആ നാട്ടിലെ ചില ആൾക്കാർ റെഡിയായി നിൽക്കുക, നമ്മൾ റെഡിയാണല്ലോ. പച്ചയായ വ്യഭിചാരമാണത്, ഒരിക്കലും പാടില്ല. അങ്ങനെ ഹലാലായ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും കഴിയില്ല. അവര് 3 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞു, 3 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞു, 3 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ തീർന്നു. ഇനി പിന്നെ ത്വലാഖുൻ ബാഇൻ സംഭവിച്ചു എന്നാ പറയാം. ഇനി തിരിച്ചു വരണമെങ്കിൽ വേറൊരു ഭർത്താവ്, അവളുടെ ഇദ്ദ കഴിഞ്ഞ് വേറൊരു ഭർത്താവ് അവളെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവ് സംഭവിച്ചവർ ത്വലാഖിലേക്ക് എത്തി, അയാൾ ത്വലാഖ് ചൊല്ലി ഇദ്ദയും കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിന് വേണമെങ്കിൽ നിക്കാഹ് ചെയ്തിട്ട് അവളെ സ്വീകരിക്കാം എന്നേ ഉള്ളൂ. എന്നല്ലാതെ ഇടക്ക് കയറി ബ്രോക്കർ പണി ഉണ്ടല്ലോ, ഒരാഴ്ചത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ ഒഴിവാക്കി തരാം, അത് വ്യഭിചാരമാണ്. അങ്ങനെയൊക്കെ ചിലയിടത്ത് നടക്കുന്നുണ്ട് എന്ന് കേൾക്കാറുണ്ട്. അല്ലാഹു അഅലം, ശരിയാണോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്, തെറ്റാണ്. അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ അവസരം ഉണ്ടാവും? ഇല്ലേ, ഉണ്ടാവില്ല, അത്ര വിചാരിച്ചാൽ മതി.
വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ത്വലാഖ് ചൊല്ലി അവരുടെ അജല് കഴിഞ്ഞാൽ, ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ആദ്യ ഭർത്താവിനെ തന്നെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഫലാ തഅദുലൂഹുന്ന, അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. ഇദാ തറാളൂ ബൈനഹും ബിൽ മഅറൂഫ്, മഹർ കൊടുത്ത് ശരിയായൊരു നിക്കാഹിലൂടെ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ മഹാനായ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമഅൻ ലിറബ്ബി വത്വാഅ, സമഅൻ ലിറബ്ബി വത്വാഅ, എൻ്റെ റബ്ബിനെ ഞാൻ അനുസരിച്ചിരിക്കുന്നു, എൻ്റെ റബ്ബിനെ ഞാൻ വഴിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഉസൗവിജുക വഉക്രിമുക എന്ന് പറഞ്ഞ് തൻ്റെ പെങ്ങളെ, ആ ആദ്യ ഭർത്താവായിരുന്ന തൻ്റെ കൂട്ടുകാരന് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുക്കുക തന്നെ ചെയ്തു. എന്തേ? അല്ലാഹു പറഞ്ഞു. പിന്നെ തീർന്നവിടെ. ഇതാണ് ഈമാൻ. ഇതില്ലാതെ നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു നടന്നാലൊന്നും ഇസ്ലാം ആവുന്നില്ല. അല്ലാഹുവിനെയുള്ള അനുസരണ, അങ്ങേയറ്റത്തെ അനുസരണ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് കൊടുത്തിരുന്ന സിദ്ദീഖ് എന്നവരുടെ ബന്ധുവായിരുന്നുവല്ലോ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപരാധം പറഞ്ഞു പരത്തിയതിൽ അറിയാതെ ഏറ്റുപറഞ്ഞു പോയ ആളായിരുന്നു മിസ്തഹ് ഇബ്നു ഉസാസ. ആ ചരിത്രം നമ്മൾ പലവരും പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. സിദ്ദീഖ് എന്നവര് പറഞ്ഞു, എന്റെ മോൾ ആയിഷയെ കുറിച്ച് ഞാൻ ചെലവ് കൊടുക്കുന്ന, സിദ്ദീഖ് എന്നവര് ചെലവിന് കൊടുത്തില്ലെങ്കിൽ മിസ്തഹ് എന്നവരുടെ വീട്ടിൽ പട്ടിണിയാണ്. ആ മിസ്തഹ് എന്നവര് എന്റെ മോളായ റസൂലുള്ളാഹിയുടെ ഭാര്യയായ ആയിഷ ബീവിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും മിസ്തഹിന് ചെലവ് കൊടുക്കില്ല എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. സിദ്ദീഖ് എന്നവരെ മാത്രമല്ല ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്, നിങ്ങളിൽ മുതലാളിമാർ സ്വന്തം കുടുംബങ്ങളിൽപ്പെട്ടവർക്ക്, മിസ്കീന്മാർക്ക്, അതും ഹിജറ ചെയ്ത് വന്നവരെ, മിസ്തഹ് എന്നൊരു മുഹാജിറാണ്, മക്കക്കാരനാണ്, അങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. സത്യം ചെയ്ത് പറയരുത്, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ നിങ്ങളും മാപ്പ് ചെയ്തു കൊടുക്കണം. നിങ്ങൾ മിസ്തഹ് എന്നവർക്ക് കൊടുത്തിരുന്ന നന്മ തുടരണം എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, ബലാ വല്ലാഹ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. നമ്മുടെ കുട്ടികളെ കല്യാണം മുടക്കിയാലുണ്ടാവും, നാട്ടിലെ ഉണ്ടാവില്ലേ? കല്യാണത്തിൽ വന്ന് എന്തെങ്കിലും ഫിത്തന ഉണ്ടാക്കി പോയവരുണ്ടാകും. പുതിയാപ്പിളുടെ കൂട്ടരൊക്കെ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയണ്ണിന്റെ വീട്ടിൽ വന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു അലമ്പുണ്ടാക്കുക. ചില ആളുകൾക്ക് അതൊരു ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞു പരത്തുക, എന്തെങ്കിലും ഫിത്തന പറഞ്ഞുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ നമ്മളെ വേദനിപ്പിച്ചവര്, വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നവര് നാട്ടിലും വീട്ടിലും സമൂഹത്തിലൊക്കെ ഉണ്ടാവും. നിരുപാധികം മാപ്പ് കൊടുക്കുക, നമ്മുടെ കൽബ് ശുദ്ധിയാക്കുക. മുഅ്മിനീങ്ങൾ ഹൃദയത്തിൽ ആരോടും വെറുപ്പ് കൊണ്ടു നടക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. എന്താ നമ്മൾ ദ്വാരക്കുന്നതെന്നറിയോ? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മുഅ്മിനുകൾക്കൊക്കെ പുറത്തു കൊടുക്കണമേ. പിൻഗാമികൾ മുൻഗാമികൾ കൂടി എങ്ങനെ ദ്വാരക്കാം? അതെന്താ പറയണെന്നറിയോ? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. അല്ലാഹുവേ, നിന്നെ വിശ്വസിച്ച മനുഷ്യന്മാർ,
അത് ചിലപ്പോൾ പല കോലത്തിലുള്ള ആൾക്കാരുണ്ടാവും, പല ആശയങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടായിരിക്കാം. മുഅ്മിനാണോ പടച്ചവനെ ഖൽബിനുള്ളിൽ ഒരു ഗില്ല്, ഒരു വെറുപ്പ്, ഒരു അസൂയ, ഒരു വൈരാഗ്യം, ഒരു പ്രതികാരം തോന്നലുണ്ടാവരുത്. മുഅ്മിനീങ്ങളോട്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളോട് സത്യസന്ധരായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ ആണ് ഇസ്ലാമിന്റെ ശരിയായ അഖീദ. അങ്ങനത്തെ ഒരു മനുഷ്യനോടും ബിദ്അത്തിനോട് മനസ്സിനുള്ളിൽ വെറുപ്പ് വേണമെന്നാണ്. ബിദ്അത്തിനോട് മനസ്സിനുള്ളിൽ ഇഷ്ടക്കേട് വേണം. എന്തിന്? ബിദ്അത്ത് എന്നവർ തിരിച്ചു വരണം, ആശയത്തിൽ അവർ നിൽക്കരുത്. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഹ്ലുകാരായിട്ടുള്ള ആളുകൾ എങ്ങനെ അവർക്ക് മനസ്സിനുള്ളിൽ വെറുപ്പുണ്ടാവുക? വെറുപ്പുണ്ടാവാൻ പാടുണ്ടോ? പാടില്ല. പിശാച് ഇങ്ങനെ കയറി വരും. മിണ്ടാത്തവരായി, പറഞ്ഞ സലാം അടക്കാത്തവരായി തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ഫിത്നകൾ ഒരു കാലഘട്ടത്തിൽ ഇല്ലായ്മയായി പോയിരുന്നത് വീണ്ടും തിരിച്ചു വന്നു തുടങ്ങി. ഇതൊക്കെ വലിയ പരീക്ഷണമാണ്, ഭയങ്കരമായ പരീക്ഷണമാണ്. നമ്മൾ ഈ പരീക്ഷണത്തിൽ പിശാചിനെ തോൽപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ വല്ലാഹ് ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിസ്തഹിന് നിരുപാധികം മാപ്പ് കൊടുത്തു. മിസ്തഹിന് കൊടുത്തുകൊണ്ടിരുന്ന ആ നന്മകൾ മഹാനവറുകൾ അതുപോലെ തന്നെ തുടരുകയാണുണ്ടായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമഅൻ വതഅഅൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പടച്ചവനെ ഉദ്ദേശിച്ച് അല്ലാഹുവിനനുസരിക്കുക. ഈ അനുസരണയാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്. നമ്മൾ ഒരുപാട് ദീനിന്റെ മസാലകൾ പഠിക്കുന്നവരാണ്. ഇന്നത് പറ്റും, ഇന്നത് പറ്റില്ല, നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞു, സ്വഹാബിമാർ ഇങ്ങനെ പഠിപ്പിച്ചു, ഖുലഫാ റാഷിദീങ്ങളുടെ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ പഠിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ അള്ളാഹുക്കും റസൂലും ഇഷ്ടമല്ലേ, നമുക്കത് വേണ്ട. നമുക്ക് ഇഷ്ടമായിരിക്കാം, അള്ളാഹു റസൂൽ ഇഷ്ടമല്ലേ, നമുക്കത് വേണ്ട. നമുക്ക് ഇഷ്ടമല്ല, അള്ളാഹു റസൂലിനത് ഇഷ്ടമാണ്, അത് നമ്മുടെ ഇഷ്ടമായി മാറണം. അതുകൊണ്ടാണ് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, റബ്ബേ നിനക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കിത്ത, നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങൾക്ക് വെറുപ്പാക്കി തരണേ പടച്ചവനെ എന്ന് ദുആയിൽ കിടന്നാണ്. അങ്ങനെയുള്ള നിഷ്കളങ്കമായ അനുസരണ ഹബീബിന്റെ സ്വഹാബിമാർ ഹബീബിനോട് കാണിച്ചു. അവിടുന്ന് നബിതങ്ങളോട് കാണിച്ച ഹുബ്ബും അവിടുത്തോട് കാണിച്ച വിധേയത്വത്തിൻ്റെയും ചരിത്രങ്ങളിലേക്ക് കടന്നാൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്.